അങ്ങനെ നീയൊന്നും ഞങ്ങളുടെ സമരത്തിന് വന്നുണ്ടാക്കണ്ട എന്ന് തന്നെയാണ് ജാർഖണ്ഡിലെ പിള്ളേർ ഇവിടെയുള്ള ലെഫ്റ്റ് ലിബറലുകളോട് പറയുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ സാരാംശം എന്ന് പറയുന്നത്. എന്താണ് ഈ സംഭവം? റാഞ്ചിയിൽ പേപ്പർ ചോർച്ചയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിനിടെ നേഹ ബോറയ്ക്ക് നേരെ മഷി ആക്രമണം എന്നാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇതിനെ കൊടുക്കുന്നത്. ഇതുവരെ ജാർഖണ്ഡിലെ ഒരു വാർത്ത പോലും മലയാളത്തിലെ മാപ്രകൾ കൊടുക്കാനായി തയ്യാറായിട്ടില്ല. അതേസമയം ഒരു കുട്ടി സഖാവ് അവിടെ ചെന്ന് ആസാദി സ്ലോഗനുകൾ മുഴക്കിയപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ ചെപ്പക്കുറ്റി അടിച്ച് നെരിച്ചു വിടാനായിട്ടൊരു ശ്രമം നടത്തി. പക്ഷേ അത് നടക്കാത്തത് കൊണ്ട് തന്നെ അവർ ഇവർക്ക് നേരെ മഷി എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. ഉടനെ തന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള വാർത്ത സൃഷ്ടിച്ചു. ജന്തർ മന്ദറിൽ അവിടെയുള്ള പോലീസുകാരെ അടിക്കുകയും ഇതേ മാപ്രകളുടെ സഹ തൊഴിലാളികളായിട്ടുള്ള കൊളീഗുകളായിട്ടുള്ള മറ്റ് മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടിയിരുന്നതാണ് ഈ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത് കേരളത്തിലെ മാപ്രകൾ. അവർക്ക് ജന്തർ മന്ദറിൽ ഇത്ര പോലീസുകാരൻ അടികൊണ്ടിട്ടും അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. മറിച്ച് ഒരു കുട്ടി സഹാവിന്റെ മുഖത്ത് മഷി തെളിച്ചതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ജാർഖണ്ഡിലെ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന് ആരോപിച്ച് വെള്ളിയാഴ്ച റാഞ്ചിയിൽ ജാർഖണ്ഡ് നിയമസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൻ്റെയാണ് ഈ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഒരു കൃമികീടം കടന്നുകൂടിയത്. ഇവരുടെ പേര് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഇവരുടെ പേര് നേഹ ബോറെ എന്നാണ്. ഇവർ അവിടെ കയറി വന്ന ശേഷം ആസാദി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വിദ്യാർത്ഥികൾ ഇവർക്ക് നേരെ മഷി ഒഴിക്കുകയായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇളവി. ഇന്നലെ വരെ ജാർഖണ്ഡിലെ സമരം ഒന്നും കണ്ടില്ല എന്ന് നടിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ഇതാ ജാർഖണ്ഡിലെ സമരത്തിൽ ഞങ്ങളുടെ കുട്ടി സഖാവിനെതിരെ വലിയ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുത്തു. അങ്ങനെയെങ്കിലും ഒരു വരി വാർത്തകൾ നീയൊക്കെ കൊടുത്തതിൽ നമ്മൾക്കും വലിയ രീതിയിലുള്ള സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.